അതെ, ഈ റൂട്ടിൽ നിന്ന് ടൗണിലേക്ക് അടുത്ത ബസ് എപ്പോഴാണെന്ന് അറിയോ? അരമണിക്കൂറായി നമ്മൾ നിൽക്കുന്നു, ബസ്സൊന്നും വരുന്നില്ല. ഈ റൂട്ടിലേക്ക് ഇനി 5:30 ശേഷം ബസ്സുള്ളൂ. 5:30 ശേഷമോ? ഇനി 1 മണിക്കൂറുണ്ടല്ലോ. അല്ല, ഇവിടെ അടുത്തായിട്ട് ഹോട്ടലുണ്ടോ ചായടിക്ക്? ഹോട്ടല് ഇവിടെ അടുത്തൊന്നുമില്ല. പിന്നെ ആ റോഡ് എത്തണം. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. 1.5 കിലോമീറ്ററോ? സാറില്ല, ഞാൻ പിന്നെ കുടിക്കാം. എന്നാ ശരി. അല്ല, ഇവിടെ ആരെങ്കിലും കാണാൻ വന്നാണോ? നിങ്ങളുടെ നാട്ടിലെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ. പെണ്ണ് കാണാൻ വന്നതോ? ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കൂട്ടുകാരൻ്റെ കാർ എടുത്ത് വന്നതാ. അവന്മാര് പോയി. പെണ്ണ് കാണാൻ വന്നിട്ട് നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് അവര് പോയിന്നോ? അല്ല, അവരോട് ഞാൻ തന്നെ പൊക്കം പറഞ്ഞതേ. എന്തേ? പെണ്ണിനെ ഒന്നുകൂടി കാണാൻ വേണ്ടിട്ടാ? പെണ്ണിനെ നന്നായി. ഇല്ല, ഞാന് ആക്ച്വലി ആ കുട്ടി 10 മിനിറ്റ് പെണ്ണ് കണ്ടുള്ളൂ. അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ മുഖത്ത് നോക്കി നാളും ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഇനിയിപ്പോ അവന്മാരെ വീടെത്തുന്ന വരെ ഇതും പറഞ്ഞ് കളിയാക്കി ചിരിക്കും. അപ്പൊ അത് സഹിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കാണേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിട്ടേ അവന്മാരെ ഒഴിവാക്കിയിട്ടതാ. എന്താ കുട്ടി അങ്ങനെ ചോദിച്ചേ? അത് ഈ ബ്രോക്കർ വരച്ച പണിയാ. ഞാൻ ഈ കരിങ്കലിന്റെ കെട്ടിന് പണിക്ക് വന്ന ആളാണേ. അല്ല, ഞാൻ എപ്പോഴും പറയും, ഞാൻ പെണ്ണ് കാണാൻ പോകുന്നതിന് മുൻപേ എന്റെ ജോലി എന്താണെന്ന് അവരോട് പറയാം. ബ്രോക്കർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, ഒരു ചെറിയൊരു വാടക വീടാണ്, രണ്ട് പണിയൊന്നും അവർക്ക് പ്രശ്നമില്ല പറഞ്ഞിട്ട് പോയതാ. അപ്പൊ ആ കുട്ടി ഒരു നേഴ്സാണ്. അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന ഒരു ഡോക്ടറിനെയാ. അതിനിടയ്ക്ക് കൂടെ ഞാൻ ഈ കെട്ടുകാരൻ പോയിട്ടേ ആ കുട്ടി അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ബ്രോക്കറെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് ഈ കമ്മീഷൻ വേണേ. ഇപ്പൊ ഓരോ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോകുമ്പോ മൂപ്പർക്ക് പൈസ കിട്ടും. പക്ഷെ നാണം കിടുന്നത് നമ്മളല്ലേ. അതിനിങ്ങനെ ഡെസ്പാകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും ഈ കാര്യങ്ങളുടെ പണിക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഈ പണി വേണ്ടെന്ന് വെച്ചാലേ പിന്നെ വീടൊക്കെ ആരാ കെട്ടുക? അല്ല, ഈ പെണ്ണ് കാണാൻ വരുമ്പോ അച്ഛനും അമ്മയൊന്നും കൂട്ടാറില്ല? അച്ഛനും അമ്മയും പെങ്ങളും അളിയനും എല്ലാരും വരുത്തുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പൊ തുടങ്ങിയ പരിപാടി ഒന്നല്ലേ. ഒരു 5 വർഷമായി ഈ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ടേ. എനിക്ക് തോന്നുന്നു ഒരു 120 കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടാവും. എല്ലാരും ഈ പണിന്റെ പേരും പറഞ്ഞിട്ടേ ഒക്കെ ഒഴിവാക്കുക. പിന്നെ അവരെയും കൂടി നാണം കിടത്തണ്ടാവട്ടെ, അല്ലെങ്കിൽ അവർക്കും ബോറടിച്ചിട്ടുണ്ടാവും. ഈ പെണ്ണ് കാണുന്ന പരിപാടി ഞാൻ നിർത്തിയതാ. പിന്നെ അമ്മ ഒരു പാവമാണ്. ഈ മക്കളുടെ കല്യാണം കഴിഞ്ഞില്ലേ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇതിപ്പോ അമ്മനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിദ്വേഷം കേട്ടാ ഞാൻ ഇറങ്ങും. ഒന്നും ശരിയാവില്ലെന്നറിയാം. ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും നീണ്ടു കിടക്കല്ലേ. ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും. ഒന്നില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനേ അച്ഛനും അമ്മയും പെങ്ങളും അളിയനൊക്കെ ഇല്ലേ, അതന്നെ വലിയ കാര്യല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, വീട്ടിലായിരിക്കല്ലേ? ഞാൻ ജനിച്ച 5-ാം മാസത്തില് അമ്മ മരിച്ചതാ. പിന്നെ കുറച്ചു കാലം എന്നൊരു അമ്മായ നോക്കിയത്. അവരുടെ കല്യാണം കഴിഞ്ഞപ്പോ വീടിനടുത്തൊരു അനാഥാലയുണ്ടേ. പെൺകുട്ടിയല്ലേ, അപ്പൊ എല്ലാവരും കൂടി അവിടെ കൊണ്ടാക്കി. പിന്നെ ഡിഗ്രി വരെ പഠിച്ചതും വളർന്നൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെയായിരുന്നു. അവിടെ തന്നെ TTC കഴിഞ്ഞ് ഇപ്പൊ അവിടുത്തെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാ. അല്ല, അപ്പൊ ഇപ്പൊ എവിടെ താമസം? ആ കാണുന്ന കുഞ്ഞു ഷെഡില്ലേ, അതാ എന്റെ വീട്. അച്ഛനും 2 ഏട്ടന്മാരും എനിക്കുണ്ട്. അച്ഛനാണെങ്കിൽ ഫുൾ ടൈം കൂടിയാ. പിന്നെ ഏട്ടന്മാര് അവനവന്റെ കാര്യം നോക്കിട്ട് പോവും. അല്ലെങ്കിലും അവന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ വളർന്ന അങ്ങനെയാണല്ലോ. അല്ല, അനാഥാലയത്തിലാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സ്വന്തം വീട്ടിൽ താമസം തുടങ്ങിയിട്ട് എത്രേ? ഇപ്പൊ ജോലി കിട്ടിയിട്ട് 2 വർഷമായി. അതിനുശേഷം ഞാൻ വീട്ടിൽ തന്നെ നിക്കല്. ആങ്ങളമാരൊന്നും ഇവിടെ ഇല്ല, പുറത്താ. അവരാഴ്ചക്ക് എപ്പോഴെങ്കിലും വരും. വന്നാൽ തന്നെ അങ്ങനെ എന്നോടൊന്നും മിണ്ടാറില്ല. ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പൊ അച്ഛൻ അവിടെ കുടിച്ചിട്ട് വന്നിരിക്കുക. ഞാൻ അവിടെ നിന്നാ ശരിയാവില്ലാണ്ടാ ഞാൻ അങ്ങോട്ട് വന്നത്. ഇത് പിന്നെ എനിക്ക് ശീലമാ, എപ്പോഴും ഇങ്ങനെ വന്നിരിക്കാറുണ്ട്.
അല്ല ആങ്ങളമാരെ പോലെ അച്ഛന് സംസാരിക്കാറില്ലേ? ശമ്പളം കിട്ടുമ്പോൾ മാത്രം മോളെ കൊണ്ട് വരും, അതേ സംസാരമുള്ളൂ. എന്തായാലും അച്ഛനല്ലേ, ഞാൻ പൈസ എടുത്ത് കൊടുക്കും. അപ്പോ അല്ല അപ്പോ കല്യാണം നോക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ പെണ്ണാണോ വന്ന എങ്ങനെയാ? നിങ്ങളുടെ വീട്ടുകാര് ബ്രോക്കറിന്റെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കില്ലേ? അതേപോലെ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ അനിയത്തിക്ക് നല്ലൊരു ചെക്കനെ കൊണ്ടുവന്നേ പറയാനായിട്ട് എനിക്ക് ആരുമില്ല മാഷെ. അല്ലെങ്കിലും എനിക്ക് ബ്രോക്കറിന്റെ അടുത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ നല്ലൊരു ചെക്കനെ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന്. അല്ല അപ്പോ ഇവിടെ അച്ഛനും ആങ്ങളമാരൊന്നും സംസാരിക്കണമെങ്കിലേ പിന്നെ ഇവിടെ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജോലി കിട്ടിയ സ്ഥിതിക്കെങ്കിലും ഹോസ്റ്റലിൽ തന്നെ താമസിച്ചാൽ പോരായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനാഥാലയത്തിൽ പോയതായിരുന്നു. പിന്നെ 10-15 വർഷം അവിടെ തന്നെ ആയിരുന്നല്ലോ. എന്തോ കുടുംബമായിട്ടിരിക്കാനൊരാഗ്രഹം, അങ്ങനെ അങ്ങോട്ട് വന്നത്. ഇവിടെ ആകുമ്പോൾ അവിടുത്തെ അച്ഛൻ്റെയും അമ്മൻ്റെ കുടുംബക്കാരുണ്ടേ. പക്ഷെ വന്നപ്പോൾ ആരും അങ്ങനെ എന്നോട് സംസാരിക്കലില്ല. ഒന്നാമത് കല്യാണ പ്രായം ആയതല്ലേ, ചിലപ്പോൾ തലയിലായാലോ വിചാരിച്ചിട്ടായിരിക്കും. എന്നപ്പോ ഈ പഠിപ്പിക്കുന്ന സ്ഥലത്തെ ഈ സാറുമാരോ വേറെ ആരെങ്കിലും പ്രപ്പോസലും ചെയ്തിട്ടില്ലേ? അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീടും ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുമ്പോഴേ അവരായിട്ട് തന്നെ പോവും. പിന്നെ കുറെ പേര് ബൈക്കിൽ കറങ്ങാനും പാർക്കിലും ബീച്ചിലൊക്കെ പോകാനായിട്ട് വിളിക്കും. അതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അതിനേക്കാളും നല്ലത് ധന്യ മാഷേ. സോറിട്ടോ, ഞാൻ വിചാരിച്ച എനിക്ക് ഏറ്റവും വലിയ വിഷമം അതായത് 10-35 വയസ്സ് കഴിഞ്ഞു. ഈ കല്യാണത്തിനും കുടുംബക്കാരൻ്റെ പരിപാടികൾക്കൊന്നും എവിടെ ഞാൻ ഇപ്പോൾ പോകാറില്ല. എല്ലാവർക്കും കല്യാണം ആയില്ലേ ആ ചോദ്യമുള്ളൂ. പിന്നെ ഇത്രയും വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ അവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അതൊരു വേറെ വിഷമം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനതിന്റെ നേരെ ഓപ്പോസിറ്റാ. എനിക്ക് കല്യാണത്തിനും കുടുംബക്കാരൻ്റെ വീട്ടിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ആരും ഇല്ലാത്തോണ്ടാ ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒന്നും വിചാരിക്കില്ല കേട്ടോ, എനിക്ക് ആരും സംസാരിക്കാനില്ലാത്തോണ്ടാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ 2-3 ആൾക്കാർ ബസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ വരുന്നാ തോന്നണേ. ഇനി ഇത് വിട്ടാലേ 6:30-ക്കുള്ളൂ ബസ്. സംസാരിച്ചിട്ട് സമയം പോയതറിഞ്ഞില്ല. 5:30 ആകാറായില്ലേ? എന്നാ പോട്ടെ. ആ ശരി. പോന്നില്ലേ? അവിടെ പോയിട്ട് എന്തിനാ? ഞാൻ എന്തായാലും കുറച്ച് സമയം കഴിയും. മാഷ് വിട്ടോ? ഇതെന്താ നമ്മുടെ നാട്ടില് വീണ്ടും ഇവിടെ എവിടെയെങ്കിലും പെണ്ണാണാൻ വന്നതാ? ഇല്ല, പെണ്ണാണാൻ വന്നതല്ല. ഇവിടെ ഒരു അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടൊരു പുതിയ വീട്ടിൽ പണിത് തുടങ്ങാനുണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടി വന്നതാ. അവര് പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുന്നുണ്ടോ, അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചു പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്താ. അയ്യോ, എന്നെ വെയിറ്റ് ചെയ്തിരുന്നാണോ? അല്ല, ഇവിടെ എവിടെയാ പണി തുടങ്ങാനുള്ളത്? അത് കുറച്ച് ഉള്ളോട്ടോ, അത് ചിലപ്പോൾ കുട്ടിക്ക് അറിയില്ല അങ്ങോട്ടാ. അപ്പൊ ഇനി ഇവിടുന്ന് അടുത്ത ബസ് ഒരു 12 മണിക്കാ. അവിടെ ഉണ്ട്, ബോർഡുണ്ട്. ഇന്ന് ഞായറാഴ്ചയായിട്ട് സ്കൂൾ ലീവ് ആയിരിക്കില്ലേ? ആ, ഇന്ന് സ്കൂൾ ലീവാ. അല്ല, ഇത് ഇങ്ങനെ സംസാരിക്കണേ ഇൻട്രോവേർട്ടാണോ? സത്യം പറഞ്ഞ ഇൻട്രോവേർട്ടാണ്. പൊതുവെ ഞാൻ ഈ പെൺകുട്ടികളുണ്ട് അധികം സംസാരിക്കാറില്ലേ. ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ അമ്മോ ചായ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് ഞാൻ കുട്ടിയോട് ഇത്രയും നേരം ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക തന്നെ ആദ്യമായിട്ടാ. ഇപ്പോഴും എനിക്കിങ്ങനെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
120 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടും ഇപ്പോഴും പെൺകുട്ടികളുടെ സംസാരിക്കാൻ പേടിയാന്നോ? അത് കൊള്ളാലോ. അല്ല, വേറെന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നല്ല നാടാട്ടോ, നല്ല നല്ല രസമുണ്ട്, ഒരു നല്ല ഭംഗിയുണ്ട്. പേരെന്താ? പേര് ചോദിക്കാൻ വേണ്ടിട്ടാണോ നമ്മുടെ നാടിന് ഇത്രയും പൊക്കി പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല കേട്ടോ, അന്ന് കുറച്ചുകൂടി സ്മാർട്ടായിരുന്നു. ഇന്നിപ്പോ എന്താ പറ്റിയത്? പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് വേറെ പെണ്ണാനൊന്നും പോയില്ലേ? അത് പിന്നെ എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഈ ബ്രോക്കറെ അമ്മനെ പറ്റിക്കാൻ വേണ്ടി എവിടെ നിന്നെങ്കിലൊക്കെ ഒരു ആലോചന കൊണ്ടുവരും. അമ്മ എന്തായാലും പൈസ കൊടുക്കുമല്ലോ. അമ്മയുടെ ഒരു സൗകര്യം തരില്ല, പോവണ്ടേ. പിന്നെ വെറുതെ ഇനിയിപ്പോ പോയിട്ട് വെറുതെ നാണം കെടാൻ വേണ്ടി തന്നെയല്ലേ. എല്ലാവരും പോകുമ്പോഴും ഒരേ തന്നെ, ജോലി എന്താ ജോലി എന്താ. അതുകൊണ്ട് നീ പെണ്ണ് കാണാനൊന്നും അത് നിർത്തിയ പരിപാടി നിർത്തി. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ അതൊരു യോഗമാ. ഇനിയിപ്പോ നമ്മൾ എത്ര അവിടെ പെണ്ണ് കാണാൻ പോയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്കായിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ അതിന് നീണ്ടുകൊണ്ടേ പോകും. എന്തായാലും 120 പോയിട്ടും അതൊന്നും നടന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? എവിടെയോ ഒരു കുട്ടി മാഷ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതന്നെയാ. ഇതേ ഡയലോഗ് അമ്മയും പറയാറുണ്ട്, എവിടെയോ എനിക്ക് വേണ്ടി ഒരു കുട്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജോലി പ്രശ്നമല്ലെങ്കിലേ ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നോട്ടെ. എന്താ പറഞ്ഞേ? അയ്യോ സോറി, ഞാനത് അറിയണ്ട. സോറി. ശരി. അതെ, അയ്യോ ചീത്ത പറയാനായിരിക്കും ചോദിക്കണ്ട. കാര്യമായിട്ട് പറഞ്ഞാണോ? ആ, കാര്യമായിട്ട് പറഞ്ഞ. എപ്പോഴാ വരിക? ഞാനിപ്പോ തന്നെ എൻ്റെ വീട്ടുകാരെയും വിളിച്ചിട്ട് വരട്ടെ. പിന്നെ ഞാനിവിടെ നിന്നിട്ട് വീട്ടുകാരോട് ഇങ്ങോട്ട് അത് വേണ്ട, മോശമല്ലേ. ഇപ്പൊ ബസ് കാത്തുന്ന സമയം, ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടേ വേഗം കൂട്ടിയിട്ട് വരാം. ശരി.